ഗുഡ് മോർണിംഗ് ഗൈസ്. സോ നിങ്ങളെല്ലാം അടിച്ച് പൊളിച്ചിരിക്കാന്ന് വിശ്വസിക്കുന്നു. ബേബിയോ ഇപ്പം കഴിയോ? വേമ്പാ. ഇന്ന് ഫസ്റ്റ് നോമ്പാണ് ഗൈസ്. ഈ കുരുപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ നൈസിൽ നമുക്ക് മുറിക്കുന്ന പരിപാടികളൊന്നും നടക്കില്ല. നോമ്പ് പിടിച്ചാൽ അത് കംപ്ലീറ്റ് ആക്കണം. ബേബിയോ നമുക്ക് താഴെ പോയിട്ട് ഇമ്മനോട് ചായ ചോദിച്ചാലോ? ജസ്റ്റ് ഇമ്മന്റെ റിയാക്ഷൻ എന്താ? ഓടിക്കും കൈസ് മട്ടലെടുത്തിട്ട് ഉമ്മ തിരക്കിലായതുകൊണ്ട് ചായ എടുത്ത് വരും. അങ്ങനെ എനിക്ക് തോന്നില്ല. ഫസ്റ്റ് ടൈം വേണ്ട, എന്തായാലും ഓർമ്മ ഉണ്ടോ? അമ്മ പോയി ചോദിച്ചോക്കാം. അമ്മ എടാ ചായ ഉണ്ടോ? അപ്പൊ 1-2 ദിവസമായിട്ട് നല്ല വെയിലാണ്. ഇത്രയും വെയിലത്ത് വെള്ളം കുടിക്കാണ്ട് നോമ്പ് പിടിക്കാൻ എന്ന് പറഞ്ഞൊരു ടാസ്ക് തന്നെ കേട്ടോ. ഫസ്റ്റത്തെ 1-2 നോമ്പിനും അത്രത്തെ ടാസ്ക് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളത് യൂസ്ഡ്. ഫസ്റ്റ് നോമ്പ് എപ്പോഴും കാരണം ഈ സമയമൊക്കെ ഇന്നലെ നമ്മൾ വെട്ടി വാരി കഴിച്ചതല്ലേ, അതിന്റെ ഒരു ക്ഷീണം ഉണ്ടാവും. നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഇന്നലെ ഇത് മൊത്തം ക്ലീൻ ആക്കി കഴിച്ചു, ഞാനും അൽഫിയും കൂടി. ഞെട്ടരുത്, ഇവിടെ എന്തൊക്കെ സാധനങ്ങളായിരുന്നു. ഇനി ഞെട്ടരുത്. ഇതിന് താഴത്തില്ല കേസ്, പോയതാ. ഞാൻ വിചാരിച്ചെന്താ നോക്കിയാ സാധനങ്ങളൊക്കെ നല്ല ഒതുക്കി വെച്ചിട്ടോ. ആൽഫി ചെറിയൊരു OCD പ്രോബ്ലം ഉണ്ട്, പക്ഷെ ഇത് ഇത്രമാത്രം കൂടുതലാണെന്ന് എനിക്കറിയില്ല. കാരണം ഒരു കെട്ട് വയർ, ഇതിനു മുമ്പ് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് ആ ഒരു ഷെൽഫ് നിറച്ചും വയറുകളാണ്. ആ കെട്ട് വയറെടുത്തിട്ടുണ്ട്, ഓരോ വയറും അതിന് അഴിക്കുന്നു. ഞാൻ ഇതെന്ന് തീരാനാണ്. മറ്റേ മാല ബൾബൊക്കെ ഇല്ല, അതൊക്കെ കെട്ട് കൊടുക്കാറ്. ഓരോന്ന് അയച്ച് റൗണ്ടാക്കി നിൽക്കുന്നു. വേറൊരു പണി ഇല്ലായിട്ടാന്ന് തോന്നുന്നു ഗൈസ്. ഓ മൈ ഗാഡ്. കുഞ്ഞുമോൾ ചെറുക്കി, എന്റെ കുട്ടി ചെറുക്കി. വെറുപ്പിക്കല്ലേന്നോ? ചെറുക്കി സീരിയസ് ആണോ? ചെറുക്കി ഞാളെ ഈ ഫുഡൊന്നും കഴിക്കില്ലെന്ന് പറഞ്ഞത്. ഗൈസ്, അപ്പം നിങ്ങൾ കണ്ട മാതിരി തന്നെ 1-2 ദിവസം കുഞ്ഞു വീട്ടിൽ വരാത്തതിന്റെ മെയിൻ കാരണം ഷീസ് ഓൺ കലിപ്പ്. നമ്മളെ സിനിമാ പേര് പോലെ കുഞ്ഞു ഈസ് കലിപ്പ്. ഇന്ന് കുഞ്ഞുവിന്റെ കലിപ്പ് മാറ്റിയെടുക്കുക. കുഞ്ഞുവിന്റെ പിണക്കം കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു തായ്ലാൻഡിൽ വരുന്നപ്പോൾ അവൾക്ക് മുതലിറച്ചി കൊണ്ടുവരാറ്റാന്ന് തോന്നുന്നു അവൾക്ക് എന്നോട് ദേഷ്യം. അപ്പം ഇന്നത്തെ വീഡിയോ കുഞ്ഞിന്റെ കലിപ്പ് മാറ്റിയെടുക്കുക. എന്തൊക്കെ പറഞ്ഞാൽ അവൾ ചിരിക്കുന്നില്ല. ഇന്ന് നമ്മൾ കുഞ്ഞിനെ ചിരിപ്പിക്കും. അതാ പോണ ഗൈസ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ കാണുന്നത് സോറ എന്ന് പറഞ്ഞ സാധനം. അതായത് ഇത് ഫുള്ള് AI ആണ്. നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കത് AI ആയിട്ട് വരും. ഞാനിപ്പോ ഇതാക്കണ 2 cats dancing in a table നടിച്ചിട്ടാ ഉണ്ടോ? ഓ മൈ ഗോഡ് ഗൈസ്, നോക്കിയാ 4 ഓപ്ഷൻ തന്നിട്ട് നമുക്ക് ഡാൻസിങ് എന്ന് പറഞ്ഞിട്ട് ഇവര് ഡാൻസ് അല്ലട്ടോ ചെയ്യുന്നത്, ഇവര് വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇവരെന്താണാവോ ചെയ്യുന്നത്? നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുത്തു നോക്കാം. അടുത്ത് ഞാൻ നോക്കണ എ ലയൺ റണ്ണിങ് ഇൻ കേരള സ്ട്രീറ്റ് എന്ന് ഗൈസ്. നോക്കാം. സംഭവം 2 വീഡിയോ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. നോക്കിയാ രണ്ടാമത്തെ വീഡിയോ കണ്ടോ? പക്ഷെ ഏകദേശമൊക്കെ എന്തൊക്കെ ഒരു തരത്തിൽ റെഡി ആയി വന്നിട്ടുണ്ട് ഗൈസ്. കൊള്ളാല്ലേ? അപ്പൊ ഈ സോഫ്റ്റ്വെയർ നിങ്ങളെ കൈ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ സെർച്ച് ചെയ്യുക? നിങ്ങൾക്ക് ഇമാജിനിലുള്ള എന്ത് വേണം സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ നിങ്ങൾ എന്താണ് ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് താഴത്തുനിന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ചുമ്മാ ഒന്ന് അറിയാനാണ്. ഞാനിതൊരിക്കലും തമാശക്ക് പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് കുഞ്ഞു പിണങ്ങിയിരിക്കുകയാണ്. ഞങ്ങളോട് ആരോടും മിണ്ടുന്നില്ല, എന്നോട് മാത്രമല്ല കേട്ടോ. അപ്പം ഇന്ന് പിണക്ക മരോളിന്റെ റൂമിലേക്കാണ് പോയതാണ്. പോയി വെറുപ്പിച്ച് കുഞ്ഞു നീ എന്താ ഞങ്ങളോട് ആരോടും മിണ്ടാത്തേ? എന്താ ആരോടും മിണ്ടാത്തേ? എന്റെ കുട്ടി എന്താ മിണ്ടാത്തേ? അന്ന ആരവിടെ എന്താ ചെയ്തേ? ഗെയിമാണോ? അന്ന ആരെന്താ അവിടെ ചെയ്തെന്ന് പറ. എന്താ പ്രശ്നം എന്ന് പറ കുഞ്ഞ്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞോളെ? എന്താ പ്രശ്നം എന്ന് പറ. എന്റെ കുട്ടീന്റെ പ്രശ്നം എന്താന്ന് പറ. കാക്കനോട് പറ. കാക്ക എന്ത് പ്രശ്നം സോൾവ് ചെയ്തല്ലേ? കാക്കനോട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞോളെ? തുറക്ക് ഞൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? തുറക്കടി പട്ടി.
ശക്തിണ്ടല്ലേ. 2-3 ദിവസമായി കുഞ്ഞ് ഫുൾ ജാടട്ട് നിൽക്കണ കേസ്. ഫുൾ ജാട ആറ്റിറ്റ്യൂഡ്, ചെറുക്കിയ പോലും ഇല്ല. ഫുഡും മര്യാദ കഴിക്കില്ല. അവർക്ക് തോന്നുമ്പോൾ തോന്നുന്നത്. അപ്പോൾ എന്താണ് ഇഷ്യൂ നമുക്കറിയില്ല. അല്ലെങ്കിൽ വല്ല ഗെയിമിൽ അഡിക്റ്റായി പോയോ എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പം നമ്മൾ ഇന്നത് മൊത്തം പൊളിച്ചടക്കും. ഇമ്മ എല്ലാവരും എന്നിട്ട് നമുക്ക് ഇതിനെ പറ്റി ഒന്ന് സംസാരിക്കാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും കൂടി അവളെ പിടിച്ചൊന്ന് കൊടയാം. ബേബി, നീ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്തോ? കാരണം എനിക്കങ്ങനെ തോന്നുന്നുണ്ട് ഇവളെന്തോ ചെയ്യാണ്ട് അങ്ങനെ കുഞ്ഞ് പിണങ്ങിയിരിക്കില്ല ഗൈസ്. അല്ല, കുഞ്ഞു ആകെ ഇപ്പൊ സംസാരിക്കുന്നത് എന്നോട് മാത്രമേ ഉള്ളൂ. അത് ശരിയാ. അവക്ക് പിന്നെ ഇവളോട് മാത്രം സംസാരിക്കും, എന്നോടും ഉമ്മനോടും. അതല്ല, ഇവൻ ചെന്ന് കഴിഞ്ഞാ കയ്യാങ്കളിയാണ്. ഇവന് ഇന്നലെ എന്താ ഒച്ച തള്ളുകള്ളി. ഞാൻ വെറുപ്പിക്കുന്ന പോലെ ഞാനൊരു വെറുപ്പിക്കലാണോ അൽഫി? ഭയങ്കരമായിട്ട് ഇത്രയും വെറുപ്പിക്കല, ഭയങ്കര വെറുപ്പിക്കലാണ്. ചില സമയത്ത് ഇവൻ അവളെ ചൊറിയണ കാണുമ്പോ തന്നെ എനിക്കും ചൊറിഞ്ഞു വരും. ഇതുപോലത്തെ ഒരു ചൊറിയണ. ഞാൻ അവളെ ചൊറിഞ്ഞത് നിനക്കെന്തിനാണ്? നിനക്ക് കേട്ട് നിക്കുമ്പോ ദേഷ്യം വരും നമുക്ക്. അതുപോലെ ചൊറിയാണ്. നിങ്ങളുണ്ടോ? ഞങ്ങള് കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. ഇല്ല, എനിക്ക് ഇതൊക്കെ എടുത്തക്കണ്ടേ. ഉമ്മ തിരക്കിലാണ്. ഇവിടെ ഭയങ്കര പനി നടന്നത്. അപ്പൊ നമുക്ക് പോയി കിഡ്നാപ്പ് ചെയ്യല്ലേ? CID സാലി എന്റെ CID ഈ കാറുകൾ എന്തെങ്കിലും കൊണ്ടുപോകണം. അവളെ സോപ്പിടാൻ അത് കൊണ്ടുപോവാം. എൽഫി കാറ് കൊണ്ടുപോവാം സോപ്പിടാൻ. അപ്പൊ എന്നോട് മാത്രം മിണ്ടാത്തതില് കുഞ്ഞുമോളെ പിടിക്കാൻ. അയ്യോ കുഞ്ഞുമോളെ എന്നോട് കുഞ്ഞുമോളെ എനിക്ക് ആകപ്പാടുള്ള അനിയത്തുള്ളതാ കുഞ്ഞുമോളെ. അയ്യോ എനിക്ക് ആരുമില്ലേ. കുഞ്ഞു മിണ്ടൂല എന്നോട്. ദേഷ്യത്തിലാ? എന്തേലും കഴിക്കൂ കുഞ്ഞു. എന്താ എന്റെ പ്രശ്നം? എന്റെ പ്രശ്നം എന്താ? പറ കുഞ്ഞുമോളെ. ഞങ്ങൾക്ക് CPR വേണോ? ഇവൾക്ക് എന്താ കൊടുക്കണ്ടേ? ഇവൾക്ക് തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന് ഒരുപാട് ഫുഡ് കൊടുത്ത്, എന്താ പറയാ, ഒരുപാട് മാഗി നൂഡിൽസ് കൊടുത്തില്ലേ? എന്തൊക്കെ കൊടുത്തു ഇവൾക്ക്. എന്നിട്ട് എന്താ എന്റെ പ്രശ്നം? എന്നോട് എന്താ മിണ്ടാത്ത? വൃത്തിയുടെ സ്വഭാവം മാറ്റും. എന്ത് വൃത്തിയുടെ സ്വഭാവം? എനിക്ക് അൽഫി എനിക്ക് എന്താ വൃത്തിയുടെ സ്വഭാവമുള്ള? നീ പറ എനിക്ക് എന്താ വൃത്തിയുടെ സ്വഭാവമുള്ള? പറ. നിങ്ങൾ രണ്ടുപേർക്കും വൃത്തിയുടെ സ്വഭാവം, അതുകൊണ്ട് എനിക്കൊന്നും പറയില്ല. നീ അവിടെ നിന്ന് ഇങ്ങനല്ലല്ലോ അൽഫി പറഞ്ഞേ. ഞാനും പറഞ്ഞു ഇവളത് മാറ്റണം പറഞ്ഞു വന്നിട്ട് നീ ഇവിടുന്ന് ഇത് വേറെ സ്വഭാവം എടുക്കണോ? എന്നാ പിടി, ഞങ്ങളത് മാറ്റിത്തരാം. കുഞ്ഞു ഫുഡ് കഴിച്ചില്ലെങ്കിൽ ചാവും. ഞങ്ങളെ ഓഡിയൻസിനായിരുന്നു എനിക്ക് നോമ്പില്ലാന്ന്. എനിക്ക് എന്ത് കഴിക്കുക? എനിക്കൊരു തമാശ കളിക്കില്ല. 2 ദിവസം ഇവളിനോട് മിണ്ടിട്ട് സീരിയസ്ലി. കുഞ്ഞു ഒരാഴ്ച ഇവളിനോട് സംസാരിച്ചിട്ട് എനിക്കെന്നെ മിസ് ചെയ്യുന്നേ. ബാ കാക്കനോട്ടി വാ. എന്താ കാണിക്കുന്ന നീ? എല്ലാണെങ്കിലും ഇവിടെ കരണ്ട് ഇട്ടാ. നീ മിണ്ടി കഴിഞ്ഞ ഇവൻ ഇങ്ങനെ വെറുപ്പിക്കൂല. നീ ഫുഡ് ഇല്ല, ഈ കഴിച്ചില്ല. ഇല്ല അങ്ങോട്ട് നടക്ക് പുറത്ത് നടക്ക്. റൂമിൽ ഇങ്ങനെ ഇരിക്കണ്ട, പുറത്ത് നടക്ക്. അൽഫിയ തട്ടെടുക്ക്, കുട്ടിക്ക് തട്ടെടുക്ക്. റമളാൻ മാസം ഈ കുട്ടി റമളാൻ മാസാണ്, മനസ്സിലായോ? ആർക്ക്? നീ രക്ഷയില്ല. നിങ്ങളുടെ കമന്റ് ചെയ്യാ. ഹെൽഫി വാട്ട് വി ഡു? ഒന്നും ചെയ്യാനില്ല. അവൾക്ക് ഇഷ്ടമുള്ളപ്പോ അവള് വരും. നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾ കാരണം അവള് റൂമിനുള്ളിൽ ഇരിക്കണേ. ബൈ, ഐ കാൻ ടേക്ക് ഇറ്റ്. ലവ് യു. താഴത്ത് നിങ്ങൾ കുഞ്ഞുവിനെ നല്ല മോട്ടിവേഷൻ കൊടുക്കും. ഓക്കെ, കുഞ്ഞു ബാബ. അപ്പോൾ അവള് റെഡി ആവാൻ മതിയോ? പീസ് ഔട്ട്.